മിറ്റുട്ടിക്ക് യങ് എന്റർപ്രണറാണ്. ബഡ്ജറ്റിനെ എങ്ങനെ നോക്കുന്നു? ഒരു സ്റ്റാർട്ടപ്പ് സൈഡിൽ നിന്ന് ഒരു ഓണ്ടർപ്രണർഷിപ്പ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ നിരാശകരമായൊരു കാര്യമാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു വാക്ക് രണ്ട് പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരു പാസിങ്ങിൽ ഉപയോഗിച്ച് പോയതാണ്, അല്ല സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള ഒരു സ്കീമോ പ്രോഗ്രാമോ അനൗൺസ് ചെയ്തുകൊണ്ടല്ല. ഇതെന്തുകൊണ്ടാണ് ഇത് വളരെ നിരാശകരമെന്ന് പറയാം. കാരണം സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞ ഒരു 945 ക്രോർസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2021 അനൗൺസ് ചെയ്താണ്. 2025 അത് തീർന്നു. അപ്പോൾ ഫർദർ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടിങ്ങും സ്കീംസും വരാനുള്ളൊരു വേറൊരു പ്രോഗ്രാം ഇതിനകത്ത് ഇപ്പോൾ ഇല്ല ആസ് ഓഫ് നൗ. അത് പുതുക്കിയിട്ടുമില്ല. അപ്പോൾ എവിടെയാണ് ഒരു ചെറിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ഗ്രാൻറ്റുകളും ഫണ്ടുകളും കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ബഡ്ജറ്റിൽ വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടില്ല. ഒന്നാമത് ആകെ ഉള്ളത് നമുക്കൊരു SME ഗ്രോത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു 10,000 കോടിയുടെ ഒരു പുതിയ അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. നല്ല കാര്യമാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നോക്കിയാൽ കുറച്ച് സെക്ടേഴ്സിന് സപ്പോർട്ടുണ്ട്. അത് ചിലപ്പോൾ ഇൻഡയറക്ട്ലി സ്റ്റാർട്ടപ്പുകളിലേക്ക് വരാം. പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ബയോ ഫാർമ ഇങ്ങനെയൊക്കെ ഉള്ളതും അല്ലെങ്കിൽ അനുസുദൻ നാഷണൽ റിസർച്ച് ഫണ്ട് ഇതിലൊക്കെയുള്ള സപ്പോർട്ട് ചിലപ്പോൾ സ്റ്റാർട്ടപ്പുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരാം. ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഒരു 5.5. ഓക്കെ, ബിലോ ആവറേജ്.